ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പറയുമ്പം കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഒരു ഗ്ലാസ് പീസ്, പിന്നെ നമ്മൾ 6 കളേഴ്സുള്ളൊരു സെറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കളറിൻ്റെ ഒരു കിറ്റ്, പിന്നെ ഒരു ഡിസൈൻ ഷീറ്റ്, ഇത്രയും മാത്രം മതി. നമ്മളിവിടെ എടുത്തിട്ടുള്ള കിറ്റ് ഫെവിക്രിലിൻ്റെ 6 കളേഴ്സ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞത് എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ കിറ്റ്. പിന്നെ നമുക്ക് ഗ്ലാസ് കളർ തന്നെ വാട്ടർ ബേസ്ഡും അതുപോലെ തന്നെ സോൾവെൻറ്റ് ബേസ്ഡും വരുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർ ബേസ്ഡ് ആണ്. സോൾവെൻറ്റ് ബേസ്ഡ് ആകുമ്പോൾ നമുക്ക് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ കുപ്പി കണ്ടിട്ടില്ലേ, അതുപോലത്തെ ബോട്ടിൽസിലാണ് നമുക്ക് കിട്ടുക. അപ്പം അത് നമുക്ക് കൊടുക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാകും ബിഗിനേഴ്സിന്. അപ്പോൾ സാധാരണ ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ട്യൂബിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഏതാണോ ഡിസൈൻ എടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ലൈനർ, നമുക്ക് അതിൽ കിട്ടുന്ന ലൈനർ വെച്ചിട്ട് തന്നെ മുഴുവനായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കുള്ള ഡൗട്ടാണ്, നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ എന്താ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ മോൻ്റെ കൈ തട്ടിയതാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുന്നത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് പഴയ ക്ലോത്ത് ഒന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു, ഒന്ന് വലിച്ച് പിടിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അമർത്തി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് മിസ്റ്റേക്സ് ഒക്കെ കാണുന്നതെങ്കിൽ അതൊന്ന് അടർത്തിയെടുത്താൽ മതി. ഗ്ലാസ് പെയിൻറ്റിങ് ഉണങ്ങിക്കഴിഞ്ഞാൽ അടർത്തിയെടുക്കാൻ ഈസിയാണ്. ഇനി വേണ്ടത് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നും ബ്രഷുമാണ്. നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കളർ ചെയ്യുമ്പം നമുക്ക് ബ്രഷ് കൊണ്ടൊന്നുമല്ല നമ്മൾ കളർ ചെയ്യുന്നത്, എങ്കിൽ പോലും നമുക്കതിൽ കുറേ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ചില ഭാഗങ്ങളിൽ ഇപ്പോൾ കോർണറിലൊന്നും നമ്മൾ കളർ അങ്ങനെ പെട്ടെന്ന് എത്താനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ശരിയാക്കി എടുക്കാനൊക്കെയാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മളൊരു പഴയ ക്ലോത്ത് എപ്പോഴും കയ്യിൽ വെക്കണം. കാരണം കയ്യിലൊക്കെ ആകുമ്പോഴും അതുപോലെ തന്നെ ഈ നമ്മൾ ചെയ്യുന്ന കളറിൻ്റെ ആയാലും അതുപോലെ തന്നെ ലൈനറിൻ്റെ ഒക്കെ ടിപ്പ് നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ടിപ്പിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡായി പോവും. നമ്മൾ ഈ ഒരു ബേർഡിൻ്റെ ഫെതേഴ്സൊക്കെ ചെയ്യുന്നത് മിക്സ് ചെയ്തിട്ടാണ്, കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പീഡപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കളർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്പീഡിൽ ഏതൊക്കെയാണ് മിക്സ് ചെയ്യേണ്ട കളേഴ്സ് രണ്ടും പെട്ടെന്ന് കൊടുക്കണം. കാരണം ഒരു കളർ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ബബിൾസൊക്കെ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിംഗിളായിട്ടുള്ള കളേഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു പോർഷൻ ഫില്ല് ചെയ്തതിന് ശേഷം അവിടുത്തെ ബബിൾസൊക്കെ പൊട്ടിച്ചിട്ട് ശേഷം മറ്റേത് കൊടുത്താൽ മതി. നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ബബിൾസൊക്കെ പൊട്ടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഈ നമ്മൾ കൊടുത്തിട്ടുള്ള കളേഴ്സ് ഉണങ്ങിപ്പോവും. അപ്പോൾ അത് മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാട്ടോ നമ്മൾ എല്ലാം കൊടുത്തതിന് ശേഷമാണ് ബബിൾസ് ഇപ്പോൾ ഇവിടെ പൊട്ടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് കോർണറിലൊക്കെ എത്താത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ബബിൾസൊക്കെ പൊട്ടിച്ചെടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പം കറക്റ്റായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബ്രഷ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെയിൻറ്റിൻ്റെ ടിപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഉള്ളിലേക്കാണ് വരിക. നമ്മുടെ അപ്പുറത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ ക്ലീൻ ആയിട്ട് തോന്നിയെങ്കിലും നമ്മൾ അപ്പുറത്തെ സൈഡ് എടുത്ത് നോക്കുമ്പം നമ്മൾ കോർണറിലേക്കൊന്നും ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ കോർണറിൽ നമ്മൾ പെയിൻറ്റ് എത്താത്ത ഭാഗങ്ങളിലൊക്കെ ലൈനായിട്ട് ആ ഒരു അറ്റ ഭാഗം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പം ബബിൾസ് പൊട്ടിച്ചില്ലെങ്കിൽ അതും അതുപോലെ തന്നെ ഇങ്ങനെ ഡോട്ടായിട്ടാണ് കാണുക. അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഓരോ ഡോട്ടായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ബബിൾസ് നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് ആ കളറ് കൊടുക്കാം, പക്ഷേ എന്നാലും റൗണ്ടിൽ ആ ഒരു ഷേപ്പ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും മാക്സിമം ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ കളർ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ശരിയാക്കി കൊടുക്കാൻ നോക്കുക. ഇനി നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പം അതിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം.